ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. ഇന്നൊരു മീഷോ കുർത്ത സെറ്റ്സ് ഹാളാണ്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുർത്ത സെറ്റ്സ് ആണ്. എല്ലാം തന്നെ റയോൺ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ 500 അല്ലെങ്കിൽ 500 ബിലോ റേഞ്ചിൽ വരുന്ന കുർത്ത സെറ്റ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും കോളേജിലും ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് കുറെ എണ്ണം ബ്ലാക്ക് കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ടോളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ റയോൺ എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നതെങ്കിലും ഇതൊരു കോട്ടൺ ഫീൽ ആണ് കേട്ടോ. ഒരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ്. 3/4 സ്ലീവ് ആണ് വരുന്നത്. നെക്ക് ഒരു വി നെക്കാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ഒരു ടൈപ്പിലാണ് നെക്ക് വന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ്, ഈ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് യോക്ക് ഏരിയയിൽ ഒരു കട്ട് വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. നല്ല ഫ്ലെയർ ഉണ്ട്. ഇത് ഫുള്ള് പാനൽ കട്ടാണ്. ആ ഒരു സെയിം കട്ടിംഗ് ആണ് ബാക്കിലും വന്നേക്കുന്നത്. ബാക്കിലും ഫുള്ള് യോക്ക് പോർഷന് താഴത്തേക്ക് പാനൽ കട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന നല്ലൊരു കുർത്ത സെറ്റ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തയാണ്. ഞാനിത് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഈ ഒരു കുർത്ത സെറ്റിന്റെ പാന്റ്. വൈറ്റില് ഇങ്ങനെ ബ്ലാക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. ഇതൊരു റയോൺ മെറ്റീരിയൽ ആണ്. ടോപ്പ് കുറച്ചുകൂടി ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ്. പ്ലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്. ഫ്രണ്ടില് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ വള്ളിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പിലാണ് വന്നേക്കുന്നത്. സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ് വന്നേക്കുന്നത്. ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഒരു കുർത്ത സെറ്റിന്റെ കൂടെ ഒരു ഷോളും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു പാന്റിന്റെയും ടോപ്പിന്റെയും പ്രിന്റ് മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഷോൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓഫീസിലാണെങ്കിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്ത സെറ്റ് ആണ്. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. അപ്പൊ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈസ് കൂടുതൽ തന്നെ വാങ്ങിക്കുക കേട്ടോ. അത് കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടും. ബാക്കിയുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സൈസ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ടൈറ്റ് ആയി പോകാറുണ്ട്. അപ്പൊ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ എപ്പോഴും ഒരു സൈസ് കൂടുതലാണ് വാങ്ങിക്കുക. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 657 രൂപയാണ്. 657 രൂപയ്ക്കൊക്കെ കുഴപ്പമില്ലാത്ത ഒരു ഡ്രസ്സാണ്. നല്ലൊരു കളറാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടവര് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത കുർത്ത സെറ്റ് ഈ ഒരു ബ്ലാക്ക് കുർത്ത സെറ്റ് ആണ്. ഇതൊരു റയോൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. ഒരു വി നെക്ക് ടൈപ്പിലാണ് വന്നേക്കുന്നത്. ചിക്കൻ കാരി വർക്കിൽ അതിന്റെ ഒരു മെഷീൻ എംബ്രോയിഡറി ആണ് പോയേക്കുന്നത്. നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തയാണ്. 4th സ്ലീവ് ആണ് വന്നേക്കുന്നത്. സ്ലീവിന്റെ ഒരു ഈ ഭാഗത്തായിട്ട് ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്കാലപ്പ് ഫിനിഷോടെ ഒക്കെ വന്നേക്കുന്ന സ്ലീവ് ആണ്. നിറച്ചും വൈറ്റ് ത്രെഡിൽ ഇങ്ങനെ എംബ്രോയിഡറി പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. യോക്കിലായിട്ട് ഒരു കട്ടിങ്ങും വരുന്നുണ്ട്. എന്നിട്ടാണ് താഴത്തേക്ക് ഒരു ചെറിയൊരു ഞൊറിയൊക്കെ വന്നിട്ടാണ് താഴത്തേക്ക് കിടക്കുന്നത്. ഇതൊരു സ്ലിറ്റഡ് കുർത്തയാണ്. ഞാൻ ആദ്യം കാണിച്ച കുർത്ത സ്ലിറ്റഡ് അല്ലായിരുന്നു. ഇതെന്നാലും ഒരു സ്ലിറ്റഡ് കുർത്തയാണ്. എംബ്രോയിഡറി ഒക്കെ തന്നെയാണ് ഈ ഒരു കുർത്തേന്റെ ഹൈലൈറ്റ്. ഇതിന്റെ താഴ്ഭാഗം കണ്ടോ, നല്ല ഭംഗിയായിട്ട് ആ ഒരു വൈറ്റ് ത്രെഡും കൊണ്ട് ഇങ്ങനെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്കാലപ്പ് ആയിട്ടുള്ള എഡ്ജും ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിന്റെ ഇവിടെ ഒരു ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മെറ്റീരിയൽ മടക്കി അടിച്ച ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒരു മടക്കി അടിച്ച ആ ഒരു പെർഫെക്ഷൻ കുറവുണ്ട്. ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാന്റ് ആണ്. റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് വന്നേക്കുന്നത്. ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാന്റ് ആണ്. ഇങ്ങനെ ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാന്റ് ആണ്. പാന്റിന്റെ എഡ്ജിൽ ഇങ്ങനെ ഒരു ക്രോഷ്യ ലേസ് ഡീറ്റെയിലിംഗ്, വൈറ്റ് കുഞ്ഞി ഒരു ക്രോഷ്യ ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 542 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. പിന്നെ ഈ പ്രൈസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓഫേഴ്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കുർത്ത സെറ്റ് ഹാളിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കുർത്ത സെറ്റ്. ഇതിങ്ങനെ വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഇങ്ങനെ ബ്ലാക്ക് ഡിസൈനിൽ ഇങ്ങനെ ലൈൻസ് പോലെയാണ് പ്രിന്റ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തടിയുള്ള ആൾക്കാർ ഇട്ടാലും കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞൊരു ഫീൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ 3/4 സ്ലീവ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഖാദി കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കുർത്ത സെറ്റ് വന്നേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഇത് വൈറ്റ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നിഴലടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ സ്ലിപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ന്യൂഡ് ഷെയ്ഡ്സിലുള്ള ഇന്നേഴ്സ് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഒരു റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത്. നെക്ക് ഇച്ചിരി കയറിയ ടൈപ്പ് ആണ്. യോക്ക് പോർഷനിലായിട്ട് ഇങ്ങനെ ബോക്സ് പാറ്റേൺ ഉണ്ട്. നല്ല ത്രെഡ് വർക്ക് എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും ഫേക്ക് മിറേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി യൂസിനും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തയാണ്. സെയിം മെറ്റീരിയലിലുള്ള ഒരു പാന്റ് ആണിത്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. പാന്റിന്റെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതൊരു സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. ഈ പാന്റിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ് ഇതിന്റെ എൻഡ് പോർഷനിലായിട്ട് ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പാന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് കേൾക്കണം, 282 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു 300 രൂപ റേഞ്ചിലായിരിക്കും കിടക്കുന്നത്. എങ്കിൽ പോലും വർത്ത് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു സൈസ് കൂടുതൽ തന്നെ വാങ്ങിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത കുർത്ത സെറ്റ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇതും ഒരു സ്ലിറ്റഡ് കുർത്ത സെറ്റ് ആണ്. റൗണ്ട് നെക്ക് ആണ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് റെഡ് കളറിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആ ഒരു സെയിം കൈൻഡ് ഓഫ് എംബ്രോയിഡറി സ്ലീവിന്റെ എൻഡിലും വന്നിട്ടുണ്ട്. റയോൺ മെറ്റീരിയലിലുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന, ഡെയിലി യൂസിനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു കുർത്ത സെറ്റ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത്. 383 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിച്ചത്. സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതും ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നേക്കുന്നത്. സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഇലാസ്റ്റിക്കേറ്റഡ് സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാന്റ് ആണ്. പോക്കറ്റ് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു പാന്റിന്റെ എൻഡിലും ആ ഒരു സെയിം വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ആ ഒരു പ്രൈസിനൊക്കെ വർത്ത് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിച്ച ഈ കുർത്ത സെറ്റ്സിൽ ഒരു കുറച്ച് ഫ്ലോപ്പ് ആയി എന്ന് എനിക്ക് തോന്നിയ ഒരു കുർത്ത സെറ്റ് ഇതാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു കുർത്ത സെറ്റ് ആണ്. എങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്ചറിലെ കളർ ഇതല്ല. അതൊരു നല്ലൊരു പിങ്ക് കളറിലുള്ള ഒരു കുർത്തയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നല്ല കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എക്സൽ ആൻഡ് XXL സൈസസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എക്സൽ ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് എനിക്ക് എന്തായാലും ലൂസ് എക്സൽ ആൻഡ് XXL സൈസ് ഉള്ളവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ക്വാളിറ്റി വൈസ് ഓക്കെ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. പക്ഷെങ്കിൽ ആ പിക്ചറിൽ കൊടുത്തേക്കുന്ന ഒരു സെയിം കുർത്ത സെറ്റ് അല്ല കേട്ടോ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വന്നേക്കുന്നത് റയോൺ മെറ്റീരിയലിനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെങ്കിൽ ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് ഇതിനകത്ത് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. ടോപ്പ് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളറിൽ മെഷീൻ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതിന്റെ നെക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ റൗണ്ട് ആയിട്ട് വന്നിട്ട് ഈ ഒരു ടൈപ്പ് നെക്കാണ് വന്നേക്കുന്നത്. സ്ലീവിലാണെങ്കിലും കംപ്ലീറ്റ്ലി എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. യോക്ക് പോർഷന് താഴത്തേക്ക് ഇങ്ങനെ കുഞ്ഞി പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് ഫുള്ള് കുഞ്ഞി എംബ്രോയിഡറി ബൂട്ടാസ് വന്നിട്ട് ഇതിന്റെ എൻഡിലായിട്ട് ഹെവി ആയിട്ട് ത്രെഡ് വർക്കിന്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് നല്ലൊരു കുർത്ത സെറ്റ് ആണ്. ഈ ഒരു കളർ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ സൈസസ് XL ആൻഡ് XXL സൈസസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ടൈപ്പ് റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു പാന്റ് ആണ്. പക്ഷെങ്കിൽ ടോപ്പിനെ വെച്ച് നോക്കുമ്പോൾ പാന്റിന്റെ ഇലാസ്റ്റിക് ടൈറ്റ് ആണ്. എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ആവറേജ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. പ്രൈസ് വന്നേക്കുന്നത് 376 രൂപയാണ്. ആ ഒരു പ്രൈസിനൊക്കെ എന്തുകൊണ്ട് വർത്ത് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. പാന്റിന് അത്രയ്ക്ക് ഒരു ക്വാളിറ്റിയില്ല. പക്ഷെങ്കിൽ ടോപ്പ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ ഒരു റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഒരു ടൈപ്പ് പിങ്ക്, പീച്ചിഷ് പിങ്ക് എന്നൊക്കെ പറയാവുന്ന ടൈപ്പിലുള്ള ഒരു കളറാണ്. അതും വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഒരു സ്ലിറ്റഡ് കുർത്ത സെറ്റ് ആണ്. 3/4 സ്ലീവ് ആണ്. യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഒരു സ്ലിറ്റഡ് കുർത്തയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ള ഒരു കുർത്തയാണ്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. കുർത്തേന്റെ എൻ പോർഷനിലായിട്ടും ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഓഫീസ് വെയർ ആയിട്ടും കോളേജിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തയാണ് കേട്ടോ. സെയിം മെറ്റീരിയലിൽ തന്നെ വന്നേക്കുന്ന ഒരു പാന്റ് ആണ്. ഈ പാന്റിന്റെ എൻഡിലും ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 410 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിച്ചത്. ആ ഒരു പ്രൈസിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിൽ വന്നേക്കുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്നാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് വി നെക്കാണ്. ഈ നെക്കിലാണെങ്കിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് അല്ല, ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് പോയിരിക്കുന്നത്. കട്ട് ബീഡ്സും കൊണ്ടും സീക്വൻസ് കൊണ്ടും ഒക്കെയുള്ള ഒരു ഹാൻഡ് വർക്കാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയിട്ട് നെക്കിന്റെ താഴത്തേക്ക് കുഞ്ഞതായിട്ട് 2 പ്ലീറ്റ്സ് പോയിട്ടുണ്ട്. കാണാനില്ല, ചെറുതായിട്ടുള്ള 2 പ്ലീറ്റ്സ് പോയിട്ടുണ്ട്.
3/4 സ്ലീവിലാണ് വന്നേക്കുന്നത്. ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഇത് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഞാനിത് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. ഓൾമോസ്റ്റ് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ഒരു പാന്റ് ആണ്. ഇങ്ങനെ ലൈൻസ് ആണ് പോയിരിക്കുന്നത്, വൈറ്റ് ലൈൻസ് ആണ് പോയിരിക്കുന്നത്. ഞാൻ ഇത് എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. പ്രൈസ് വന്നേക്കുന്നത് 489 രൂപയാണ്. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ കാണും. സെയിൽ ടൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ റേറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിൽ വന്നേക്കുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഈ ഒരു കളറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. പോളി കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. റൗണ്ട് നെക്ക് ആണ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിലായിട്ട് ബോക്സ് പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. റൗണ്ട് നെക്ക് ആണ് വന്നേക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു പാന്റ് ആണ്. ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് വന്നേക്കുന്നത്. സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. പാന്റിന്റെ എൻഡിലായിട്ടും ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു കുർത്ത സെറ്റിന്റെ കൂടെ ഷോളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾ ഉള്ള കുർത്ത സെറ്റ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷോളും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് ഡീറ്റെയിലിംഗ്. മൈക്കിൻ്റെ ചാർജ് തീർന്ന് ഓഫായി പോയിട്ടോ. അതുകൊണ്ട് ഇവിടെ തൊട്ട് ഞാൻ വോയിസ് ഓവർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 461 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു യെല്ലോ കുർത്ത സെറ്റാണ്. ഇതൊരു സ്ലീവ്ലെസ് കുർത്ത സെറ്റാണ്. അറ്റാച്ച്ഡ് സ്ലീവ് തന്നിട്ടില്ല കേട്ടോ. ഒരു റയോൺ മെറ്റീരിയലിൽ വരും. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റാണ്. നെക്ക് ഇച്ചിരി കയറിയ ഒരു ടൈപ്പ് നെക്കാണ്. യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ത്രെഡ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് റയോൺ മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉള്ള കുർത്ത സെറ്റാണ്. ഇതിപ്പോൾ പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. റെഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസിനൊക്കെ റെഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാം. ഞാനിന്ന് കാണിച്ചിരിക്കുന്ന പല കുർത്ത സെറ്റിനും പല കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതൊരു സ്ലീവ്ലെസ് കുർത്ത സെറ്റ് ആയതുകൊണ്ട് തന്നെ സ്ലീവ്ലെസ് കുർത്ത സെറ്റ് ഇടാൻ കംഫർട്ടബിൾ ഉള്ളവർക്ക് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. നല്ല ലെങ്ത്തിലൊക്കെ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു പാൻറ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണ്. ലാർജ് സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. 530 രൂപയ്ക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു 500 രൂപ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതൊരു നല്ലൊരു ബ്ലാക്ക് കുർത്ത സെറ്റാണ്. നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നേക്കുന്ന വിസ്കോസ് റയോൺ മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു കുർത്ത സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലുള്ളൊരു ആ ഒരു വർക്കും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു സട്ടിലായിട്ടുള്ളൊരു ഗോൾഡ് കളറിൽ വന്നേക്കുന്ന ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. അതിനകത്ത് റെഡിൻ്റെ മിക്സും കൂടെ വരുന്നുണ്ട്. ആ ഒരു സെയിം വർക്ക് തന്നെ സ്ലീവിലും വരുന്നുണ്ട്. ഇതും സ്ലിറ്റഡ് കുർത്തയാണ്. അപ്പോൾ ഓഫീസിലാവണമെങ്കിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു കുർത്ത സെറ്റാണ്. ഒരു ഗോൾഡൻ പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് ഈ കുർത്ത സെറ്റിൻ്റെത്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റാണ്. നല്ല ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ഒരു വിസ്കോസ് റയോൺ മെറ്റീരിയൽ തന്നെയുള്ള ഒരു പാൻറ്റാണ്. നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റാണ്. 486 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ലാർജ് സൈസാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ ഞാൻ 10 കുർത്ത സെറ്റാണ് കാണിച്ചേക്കുന്നത്. എല്ലാം നല്ല അടിപൊളി കുർത്ത സെറ്റ്സ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.